അഞ്ചാമതായി മഹാനവറുകൾ പറയുന്നു, യജ്തനിബു അൻ യദഉ അലാ അഹദിൻ മിനൽ ഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഒന്ന് പ്രതികൂലമായി പ്രാർത്ഥിക്കുന്നത് ഉപേക്ഷിക്കുക. വ ഇൻ ലമഹു, ആ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടി ഇവനോട് അന്യായം ചെയ്താലും അക്രമം ചെയ്താലും അവർക്കെതിരെ ദുആ ചെയ്യാതിരിക്കുക. എനിക്ക് അങ്ങനെ വരുത്തിയ ആളാണ്, എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞ ആളാണ്, അങ്ങനെ ഒരു ദുൽമ് പറഞ്ഞ ചെയ്ത ആളാണെങ്കിലും എതിരെ ദ്വാർക്കാതിരിക്കുക. ഫലാ യഖ്തഉഹു ബിലിസാനിഹി, ഇവന്റെ നാവ് കൊണ്ട് അവനെ മുറിച്ചു കളയാതിരിക്കുക. വലാ യുകാഫിഉഹു ബിഫിആലിഹി, അവന്റെ ദുർപ്രവർത്തനങ്ങളോട് പ്രത്യുപകാരമായി ഇവനും ദുർചെയ്തി ചെയ്യാതിരിക്കുക. അങ്ങനല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ചെയ്തതാരാ? യഹൂദിയായ മനുഷ്യൻ. യഹൂദിയാണ് സിഹ്ർ ചെയ്തത് എന്ന് മലക്കുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം നൽകി. അത് ഉറപ്പ് കിട്ടി. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആ യഹൂദിയെ കൊല്ലട്ടെയോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല എനിക്ക് ശിഫ തന്നില്ലേ, ഞാൻ അയാൾക്ക് ദുൽമ ചെയ്യാൻ, അക്രമം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആരാണിത്? യഹൂദിയാ, ജൂതനാ സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിഹ്ർ ചെയ്തത്. സ്വഹാബത്ത് ചോദിക്കുന്നു, അയാളെ കൊല്ലട്ടെയോ? സിഹ്ർ ചെയ്ത ആൾക്ക് തിരിച്ച് സിഹ്ർ ചെയ്യുക അത് പാടില്ല. ചെയ്ത സിഹ്ർ ബാത്തിലാക്കുക. അയാൾക്ക് നല്ല ബുദ്ധി വരാനും നല്ല നിലക്ക് ജീവിക്കുന്ന ആളാകാനും വരക്കുക. തിരിച്ച് അങ്ങോട്ടൊന്ന് കൊടുക്കുക നമ്മളെ വക, അത് പറ്റൂല. സ്വഹാബത്ത് ചോദിച്ചില്ല, കൊല്ലട്ടെയോ? ഒരൊറ്റ വാക്ക് മതി, നാം എന്നുള്ളൊരു വാക്ക് മതി, അതിന് ആള് റെഡിയാ. പക്ഷേ തങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാൻ അയാൾക്ക് ദുൽമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു എനിക്ക് ശിഫ നൽകിയല്ലോ. നമുക്ക് ചെയ്ത ദുൽമാണെങ്കിലും എതിരെ ദ്വാർക്കാതിരിക്കുക, ശല്യം ചെയ്യാതിരിക്കുക.